തൃശൂർ കൊടുങ്ങല്ലൂരിൽ വഖഫ് ഭൂമി തട്ടിയെടുത്തെന്ന വാർത്തയാണ് ഇനി RDX പരിശോധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതൃത്വത്തിലാണ് വഖഫ് സ്വത്ത് തട്ടിയെടുത്തത് എന്നാണ് പരാതി. കൊടുങ്ങല്ലൂരിലെ വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദും മദ്രസയുമാണ് തട്ടിയെടുത്തത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ് ആക്ഷേപം. ഇതിനു പുറമെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പള്ളിക്ക് ലഭിച്ച 2,76,00,000 രൂപ അപഹരിച്ചെന്നും വിശ്വാസികൾ ആരോപിക്കുന്നു. മുനമ്പം പോലുള്ളിടത്ത് വഖഫ് സമരം നടത്തുന്ന അതേ കാലത്താണ് സ്വന്തം സമുദായത്തിലെ ആളുകൾ തന്നെ വഖഫ് ഭൂമി തട്ടിയെടുത്തതായി ആക്ഷേപം ഉയരുന്നത്. ഇത് മാത്രമല്ല, എറണാകുളത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വഖഫ് സ്വത്ത് തട്ടിയെടുത്തുവെന്ന് സുന്നി AP വിഭാഗം ആരോപിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്നും അവർ പറയുന്നു. നമുക്ക് പരിശോധിക്കാം, ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തിനാണ് വഖഫ് സ്വത്തുകൾ? 59 സെക്കൻഡിൽ RDX റാപ്പ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതൃത്വത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂരിലെ വഖഫ് സ്വത്ത് തട്ടിയെടുത്തെന്നാണ് വിശ്വാസികളുടെ പരാതി. കൊടുങ്ങല്ലൂർ വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദും മദ്രസയുമാണ് തട്ടിയെടുത്തത്. ഇതിനു പുറമെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പള്ളിക്ക് ലഭിച്ച 2.76 കോടി രൂപ അപഹരിച്ചെന്നും വിശ്വാസികൾ ആരോപിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഷാനവാസ് KK, വെൽഫെയർ പാർട്ടി നേതാക്കളായ അബ്ദുൽ ലത്തീഫ്, റഷീദ് മാസ്റ്റർ തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണം. പള്ളി കമ്മിറ്റി മുൻ പ്രസിഡന്റ് മുഹമ്മദ് മക്കാറിനെ തെറ്റിദ്ധരിപ്പിച്ച് രേഖകൾ ഒപ്പിട്ടു വാങ്ങിയ ശേഷം ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ ആരംഭിച്ച ദാറുസ്സലാം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റിലേക്ക് സ്വത്തുക്കളും പണവും തിരികെ നൽകാമെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ വാക്കുപാലിക്കാൻ തയ്യാറായിട്ടില്ലെന്നും വിശ്വാസികൾ പറയുന്നു. അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും നടന്ന സമയത്തെ പള്ളി കമ്മിറ്റി പ്രസിഡന്റിനെയും ജമാഅത്തെ നേതാക്കളെയും പ്രതിയാക്കി മതിലകം പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ കൂടെ പരിശോധിക്കാം. വിശ്വാസ കൂട്ടായ്മയിൽ പള്ളി ഉണ്ടാവുക എന്ന സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായത്. വിശ്വാസ കൂട്ടായ്മയിലാണ് അവിടെയും പള്ളി ഉണ്ടായത്. പ്രദേശവാസികളായ 3 പേർ ചേർന്ന് വഖഫായി നൽകിയ ഭൂമിയിലാണ് പള്ളിയും മദ്രസയും അവിടെ സ്ഥാപിക്കപ്പെട്ടത്. വെളുത്തക്കടവ് പള്ളി 1976 വിശ്വാസി കൂട്ടായ്മയിലാണ് വെളുത്തക്കടവിൽ പള്ളി പണിയുന്നത്. പ്രദേശവാസികളായ 3 പേർ ചേർന്ന് വഖഫായി നൽകിയ ഭൂമിയിലാണ് പള്ളിയും മദ്രസയും സ്ഥാപിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വരവ് പള്ളി നടത്തിപ്പിന് ജമാഅത്തെ ഇസ്ലാമി താൽപ്പര്യം പ്രകടിപ്പിച്ചു. മൂവ്മെന്റ് ഓഫ് ഇസ്ലാം ട്രസ്റ്റുമായി 1998 പള്ളി കമ്മിറ്റി ധാരണാപത്രം ഒപ്പുവെക്കുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ മൂവ്മെന്റ് ഓഫ് ഇസ്ലാം കൊടുങ്ങല്ലൂരിലാണ് പ്രവർത്തിക്കുന്നത്. മലയാള കുത്തുബ നടത്തുക, കേരള സിലബസിൽ മദ്രസ തുടങ്ങിയവയാണ് കരാറിൽ ഉണ്ടായിരുന്നത്. മലയാളം കുത്തുബയ്ക്കെത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകൻ പള്ളി കമ്മിറ്റിയിലെത്തി എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നു. അബ്ദുൽ ലത്തീഫ് പള്ളി കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. പള്ളി ഖത്തീബ് എന്ന വിശ്വാസ്യത മുതലെടുത്തായിരുന്നു തട്ടിപ്പ് എന്ന് മറ്റുള്ളവർ പറയുന്നു. റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകി ലഭിച്ചത് 2,76,00,000 രൂപയായിരുന്നു. പണം ലഭിച്ചതിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമി ട്രസ്റ്റ് രൂപീകരിച്ചു. ആ പണം പള്ളിയുടെ പേരിനോട് സാമ്യമുള്ള പേരാണ് ജമാഅത്തെ ഇസ്ലാമി ട്രസ്റ്റിന് നൽകിയത് എന്നവർ പറയുന്നു. ട്രസ്റ്റിൻ്റെ പേരിലേക്ക് സ്വത്തുക്കളും പണവും കൈമാറ്റം ചെയ്തു അനധികൃതമായിട്ട് എന്നാണ് അവർ ആരോപിക്കുന്നത്. മുൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റിനെ കബളിപ്പിച്ചാണ് പണം തട്ടിയെടുത്തതെന്നും പരാതിയിൽ പറയുന്നു. ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങിയ ശേഷം പണം ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു എന്നാണ് അവർ ആ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. പരാതിയുമായിട്ട് വിശ്വാസികൾ രംഗത്ത് വരികയായിരുന്നു. ദാറുസ്സലാം മസ്ജിദ് കമ്മിറ്റി വഖഫ് ബോർഡിലും ട്രിബ്യൂണലിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വിവരം. മതിലകം പോലീസിൽ നൽകിയ പരാതിയിൽ ജമാഅത്തെ നേതാക്കൾക്കെതിരെ തന്നെയാണ് കേസ് വന്നിരിക്കുന്നത്. 5 മാസത്തിലേറെയായി വെളുത്തകടവ് പള്ളിക്ക് മുന്നിൽ വിശ്വാസികളുടെ സമരം നടക്കുകയാണ്. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. കോടതിയിലും കേസും ഒക്കെയാണ് എന്നതാണ് അവരുടെ ഒരു നിലപാട്. സാധാരണഗതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് അവരുടെ നേതാക്കളുമായിട്ട് വ്യക്തിപരമായിട്ട് പരിചയമുള്ളതാണ്. അവരുടെ ഒരു സവിശേഷത, രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യക്ഷമായിട്ട് വലിയ തോതിൽ വെൽഫെയർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും വലിയ തോതിൽ ഇടപെടാത്തത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ വലിയ തോതിലുള്ള ധാർമ്മികത പറയുന്ന ഒരു സംഘമാണ്. അവരുടെ നേതാക്കൾ വ്യക്തിപരമായിട്ടാണെങ്കിലും ആ സംഘടനയാണെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ അഴിമതികൾ അല്ലെങ്കിൽ മറ്റ് കുഴപ്പങ്ങളൊക്കെ വലിയ തോതിൽ ആംപ്ലിഫൈ ചെയ്ത് പറയുന്ന, അതിനെ എതിർക്കുന്ന ഒരു സാത്വികരുടെ കൂട്ടമെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. അവർക്കെതിരെയാണ് ഇപ്പോൾ വലിയ ഒരു ആക്ഷേപം വന്നിരിക്കുന്നത്. അതും ഈ വഖഫ് സ്വത്ത് തട്ടിയെടുക്കുക എന്ന് വെച്ചാൽ അത് വലിയ ഒരു ആക്ഷേപമാണല്ലോ. കേന്ദ്രം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ആക്ഷേപമാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കുറ്റം പറയാനുള്ള കാര്യങ്ങളുണ്ടെന്നാണ് വർഷം വിചാരിക്കുന്നത്? അല്ല, ഒറ്റ നോട്ടത്തിൽ സനീഷ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ
അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ നേരത്തെ പറഞ്ഞ സനീഷ് പറഞ്ഞ കാരണങ്ങൾ എല്ലാം അത് നമുക്ക് വേറൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയങ്ങളാണ്. കാരണം എന്താണ് പ്രവർത്തന രീതിയും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്ക് മറ്റൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമാണ്. പക്ഷേ വളരെ വളരെ സൂക്ഷ്മമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കണക്കുകളും വളരെ കൃത്യമായി ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സംഘടനയൊക്കെയാണ് നമ്മൾ പൊതുവെ ആളുകൾ വിലയിരുത്തുക. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ ആ നിലയ്ക്ക് തന്നെയാണ് സംഘടനയെ കാണുന്നത്. മാത്രമല്ല ഇത്തരം ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കും എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഉണ്ടാവാറുമില്ല. ഒരുപക്ഷെ പ്രാദേശികമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം ചെയ്തതാകാം ഇത്. ആ നിലയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റാണ് ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടത് എന്നാണ് നമുക്ക് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചിലപ്പോൾ അങ്ങനെയും ആവാം. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയും അത് മറുപടി ജനങ്ങളോട് പറയുകയും ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാധ്യതയാണ്. കാരണം പ്രാഥമികമായി ഒരൊറ്റ കാര്യമേ ഉള്ളൂ സനീഷ. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നീതി നോക്കിയാൽ 158 കുടുംബങ്ങളാണ് ആ പള്ളി കമ്മിറ്റിക്ക് കീഴിലുള്ളത്. അതിൽ 18 കുടുംബങ്ങൾ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്നത്. ബാക്കിയെല്ലാം മുജാഹിദുകളും സുന്നികളും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്ത വിഭാഗക്കാരാണ്. ആ നാട്ടിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു പള്ളിയാണിത്. അവരങ്ങനെ കണ്ടെത്തിയ ഒരു പള്ളിയാണ്. 3 കുടുംബക്കാർ ഈ സ്വത്ത് വഖഫായി ദാനം ചെയ്തുകൊണ്ട് ഈ പള്ളി നടത്തിപ്പിന് വേണ്ടി ദാനം ചെയ്ത് 25 സെൻറ്റിൽ ഈ പള്ളി പ്രവർത്തിക്കുകയാണ്. ഇതുവരെ വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ മലയാളത്തിൽ ഖുത്ബ നടത്താനും മറ്റു നേരത്തെ പറഞ്ഞ ഈ കരാർ വ്യവസ്ഥകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇതിൻ്റെ നടത്തിപ്പ് ഏൽപ്പിക്കുന്നു. ആ നിലയ്ക്കുള്ള നടത്തിപ്പ്, അതായത് കമ്മിറ്റി വേറെ ഇപ്പുറത്തുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ. ഈ മലയാളത്തിൽ ഖുത്ബ വേണം, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം വേണം, ഇതൊക്കെ അവിടെ ഉള്ളതാണ്, പുതിയ കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവിന് മുമ്പ് തന്നെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ആ സംഗതിയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഹൈവേ പണി. ഇത് സത്യത്തിൽ പിണറായി വിജയനാണ് ഇതിനകത്ത് ഒരു കുറ്റക്കാരൻ എന്ന് പറയും. കാരണം ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കലുമൊക്കെയായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അങ്ങനെ ഹൈവേ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഈ 2 കോടി 3 കോടിക്കടുത്ത് 2,70,00,000 മേൽ തുക ഈ പള്ളിയുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അതും പള്ളിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആ ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഈ പണം എത്തിയതിന് ശേഷമാണ് മൊത്തം സാഹചര്യങ്ങൾ മാറിമറിയുന്നത്. അത് ഒരു കുഴപ്പം പിടിച്ച ഒരു സംഗതിയാണ്. അപ്പോഴാണ് ഈ ഭൂമി, ഈ വഖഫ് ഭൂമി ഈ ട്രസ്റ്റിൻ്റെ പേരിലേക്ക്, അതായത് അവിടുത്തെ പ്രസിഡന്റ് പറയുന്നത്, അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി സംഘടനാ വിശ്വാസിയായിരുന്ന ആൾ കൂടിയാണ് കേട്ടോ. അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്ന്. അദ്ദേഹത്തെ കബളിപ്പിച്ചു എന്ന് തന്നെ അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വാർത്ത ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ കൈമാറ്റം ചെയ്തിരിക്കുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലെ നിയമസാധുത എന്താണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രാഥമികമായ ചോദ്യം. അതായത് ഈ വഖഫ് സ്വത്തിൻ്റെ ഉടമസ്ഥത കൈമാറ്റം ചെയ്തു എന്നതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം. അതായത് ഈ ഒരു വിഷയത്തിലാണ്, ഈ ഒരു പോയിന്റിലാണ് മാത്രമല്ല കൈമാറ്റം ചെയ്ത പണം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിലേക്ക് എല്ലാവരുടെ സമ്മതമില്ലാതെ ആ ട്രസ്റ്റിലേക്ക് ആ പണം, ഇങ്ങനെ കിട്ടിയ പണവും വഖഫ് സ്വത്ത് തന്നെയാണല്ലോ. വഖഫിന്റെ ഭൂമി അത് ഈ പറഞ്ഞ 12 സെന്റ് ഹൈവേക്ക് വേണ്ടി പോകുമ്പോൾ അതിന് നഷ്ടപരിഹാരമായി കിട്ടുന്ന തുക എന്നതും വഖഫ് സ്വത്ത് തന്നെയാണ്. അപ്പോൾ ഈ വഖഫ് സ്വത്ത് എങ്ങനെയാണ് ഇവർക്ക്, അതായത് ശരിക്ക് 95-ലെ വഖഫ് ആക്ട് പ്രകാരമാണെങ്കിൽ ഇതെല്ലാം ശിക്ഷാർഹമായ കാര്യങ്ങളാണ്. അതായത് 2 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കൈമാറ്റം തന്നെ അതിപ്പോൾ ഗിഫ്റ്റായി കൊടുത്താലും അതല്ല ഇത് ആധാരം വെച്ച് വിൽപ്പന നടത്തിയാലും ഒക്കെ അത് തെറ്റായ സംഗതിയാണ്, നിലനിൽക്കില്ല. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല നിയമപ്രകാരം. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ കേസാകുമ്പോൾ ഇത് കോടതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഈ രേഖകൾ എത്തിക്കാത്തതും, ഈ സ്വത്ത് കൈമാറ്റ രേഖകൾ ആ നിലയ്ക്ക് എത്തിക്കാത്തതിൻ്റെ ഒരു കാരണം, എത്തിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്തിക്കാത്തതിന് കാരണം അത് കോടതി നിൽക്കില്ല. കാരണം ഈ പറയുന്ന വഖഫ് സ്വത്തിൻ്റെ ഉടമസ്ഥത അങ്ങനെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായി ആളുകളോട് കാര്യങ്ങൾ തുറന്നു പറയണം. അല്ലെങ്കിൽ ഇത് ദേശീയ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ, സംഘപരിവാർ ഒക്കെ സൂക്ഷ്മമായി ഈ വഖഫ് വിഷയത്തെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരോപണമായി ഉന്നയിച്ച് ഈ കാരണങ്ങൾ കൊണ്ട് ഈ വഖഫ് ആക്ട് ഭേദഗതി നടപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതിനുപോൽബലകമായ ഒരു പരിപാടി ഇവിടെ ഒപ്പിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഒരു കുറ്റം. അവരത് വിശദീകരിക്കാനും തയ്യാറല്ല. ഫേസ്ബുക്കിൽ വിശദീകരിക്കുന്നുണ്ട്, എന്നെ സനീഷിനെയൊക്കെ വെറുതെ ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അത് പതിവായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവർ ഈ കാര്യങ്ങളെ ജനസാമാന്യത്തിന് മുന്നിൽ ജനസമക്ഷം വിശദീകരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ സനീഷ്, ഈ കരാറുണ്ടാക്കി എന്നതുകൊണ്ട് ഈ കരാറുണ്ടാക്കിയാൽ അത് വഖഫ് മാറ്റിയെടുക്കാനുള്ള നിയമസാധുത ഉണ്ടാകും എന്ന്
ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഘപരിവാറിൻ്റെ കയ്യിൽ ഒരു വടിയായി മാറും എന്നുള്ളതാണ് പ്രശ്നം. ഇതിനകത്ത് ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇതിനകത്ത് ഒരു കരാറുണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റുമായി. അദ്ദേഹം തന്നെയാണ് ഈ ദാറുസലാം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആൾ. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ കരാർ ലംഘിക്കപ്പെട്ടു. ആ കരാറിൽ പറയുന്നത് ഇതൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ, ഈ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഒരു കരാർ എഴുതി അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടി നമ്മുടെ കയ്യിലൊരു രേഖയായി ഇരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആധികാരികത ചോദിക്കണമെങ്കിൽ ശ്രീ ഷാനവാസിനോട് ചോദിക്കണം. ഷാനവാസിനോട് ചോദിച്ചാൽ അദ്ദേഹം ഇത് കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയമാണ്, അതിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിലവിൽ മസ്ജിദും മദ്രസയും ഉൾപ്പെടുന്ന വസ്തു ട്രസ്റ്റിൻ്റെ പേരിൽ നിന്ന് ദാറുസലാം മസ്ജിദ് കമ്മിറ്റിയുടെ പേരിലേക്ക് 30 ദിവസത്തിനകം മാറ്റുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. ഹൈവേയിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്ന് മസ്ജിദ് പരിപാലനത്തിന് വേണ്ടി സ്ഥിരവരുമാനത്തിനായി ട്രസ്റ്റിന്റെ പേരിൽ 2,50,00,000 രൂപയ്ക്ക് എറണാകുളത്ത് വാങ്ങിയ പ്രോപ്പർട്ടി വിൽപ്പന നടത്തി ലഭിക്കുന്ന 2,50,00,000 കുറയാത്ത തുക മസ്ജിദ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് എത്ര മാസമാണെന്ന് ക്ലിയർ അല്ല, 7 മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്നതുമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതും ലംഘിക്കപ്പെട്ടു. അപ്പോൾ അവിടുത്തെ മുസ്ലിം സമൂഹം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അടങ്ങുന്ന, ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഉണ്ടല്ലോ. അതായത് ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, അതായത് സിവിലായിട്ടും അല്ലെങ്കിൽ ഈ വഖഫ് പരമായിട്ട് വിശ്വാസപരമായിട്ട് നോക്കിയാലും ഇവർ എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സിവിലായിട്ട് തന്നെയാണെങ്കിൽ ഒരു പൊതുസ്വത്തിൻ്റെ ഒരു ഭാഗം ഒരു ആവശ്യത്തിന് വേണ്ടി വിൽക്കേണ്ടി വന്നാൽ മുഴുവൻ ആളുകളും ചേരുന്ന സംവിധാനത്തിലേക്കാണ് ആ പൊതുസ്വത്ത് വരേണ്ടത്. ഒരു വായനശാലയാണെങ്കിൽ പോലും ഇപ്പോൾ വഖഫ് എന്ന സംഗതി കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വഖഫ് സ്വത്ത്, ഈ സ്വത്ത് കഷ്ണം മുറിച്ച് വിറ്റാൽ അതുകൊണ്ട് കിട്ടുന്ന പണവും വഖഫിൻ്റെ സ്വത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ഡിസ്പ്യൂട്ടേ വരാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് അവർ ഉണ്ടാക്കിയിട്ട് കുറച്ച് ആളുകളെ അങ്ങോട്ട് മാറ്റി കുറച്ച് വിശ്വസ്തരെ ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പണത്തെ അങ്ങോട്ട് വെച്ചിരിക്കുന്നതാണല്ലോ. വളരെ പ്രായമായ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെ പ്രായമായ ഒരാളാണ്. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ആദർശങ്ങൾക്കകത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ന്യായീകരിക്കാനാവുന്നതല്ല എന്നാണ് നമ്മൾ ഈ വിവരങ്ങളെല്ലാം കണ്ടാൽ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നാളെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതൃത്വം വന്ന് വിശദീകരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റിയുടെയും മറ്റും പ്രശ്നമാണ്, പള്ളിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതൃത്വം വന്ന് വിശദീകരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് സമൂഹത്തിന് മുന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസപരമായി ദൈവത്തിന് കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയിലെ ചില നേതാക്കൾ തട്ടിയെടുത്തെന്ന സംഭവം അതീവ ഗുരുതരമാണ്. വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുസ്ലിം സമുദായത്തെ തന്നെ ഇരുട്ടിൽ നിർത്താൻ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഈ കൊടും ചതി. മുസ്ലിം സമുദായത്തിൽ നവീകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെ തട്ടിപ്പ് നടത്തുന്നുവെന്നാണ് ഇതിലെ മറ്റൊരു തമാശ, ആ ആരോപണത്തിലുള്ള തമാശ. സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം സംഘടനയുടെ നടപടികൾ കുറ്റകരമാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നവർ പറയുന്നു. കേസ് നടക്കുന്നുവെന്ന ഒറ്റ കാരണം പറഞ്ഞ് നിശബ്ദത പാലിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി നേതൃത്വമാണ് ഇക്കാര്യത്തിൽ വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും മറുപടി നൽകേണ്ടത് എന്ന് RDX കരുതുന്നു. ഇടവേളയിലേക്ക്